നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനതവിടെ ഒരു കപ്പ് കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസ് സവാളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്തിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാലയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് പിന്നെ ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലക്സും ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട ആവശ്യമില്ലാത്തവർക്ക്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. ഇനി കുറച്ച് കായപ്പൊടിയും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ടല്ലാതെ നമുക്കിത് നന്നായിട്ട് ഒരു സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കട്ടയില്ലാതെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളെ മാവ് വേണ്ടത്. അധികം ലൂസാവാനും പാടില്ല, ഓവർ കട്ടിയാവാനും പാടില്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് ഞാൻ ഇതേപോലെ 3-4 വെച്ചിട്ട് 4 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 5-6 ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് നമുക്ക് ഈ ഒരു മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നല്ല ചൂടിലാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ സമയമാകുമ്പോൾ മാത്രം, ഏകദേശം സമയമാകുമ്പോൾ മാത്രം നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം അടിപൊളി ടേസ്റ്റുമാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.